ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ദേ മീൻകാരൻ ചേട്ടൻ വാതിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കക്കാർച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തത്. രാവിലെ ഉപ്പുമാവും പഴവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോള് ഇതേ ക്ലാസ്സിന് ഇറങ്ങിയിട്ടുണ്ടേ. പിന്നെ ദേ മോൻ ഇന്ന് പോകണ്ട, മോനിപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്നിപ്പം കൊച്ചിയിലേക്ക് പോകണില്ല, ഇന്ന് വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് വർക്ക്. 10 മണിക്ക് ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇനി കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് മഴയില്ല കേട്ടോ. എപ്പോഴും ഞാൻ വീഡിയോയിൽ മഴയാണ് കാണിക്കാറുള്ളത്, എപ്പോഴും മഴയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായിട്ട് ഇന്ന് വെയിലാകട്ടെ. രാവിലെ നല്ല നല്ല തെളിഞ്ഞ ആകാശം. അപ്പോൾ നമുക്കിന്ന് നല്ല സന്തോഷമാണ്. പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ പിന്നെ എന്തൊരു മെനക്കേടാല്ലേ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുടയും കൊണ്ട് പോകണം, അല്ലെങ്കിൽ കോട്ടിടണം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ഇവിടെയൊക്കെ മൊത്തം വൃത്തികേടായിട്ടൊക്കെ കിടക്കുകയും ചെയ്യും നമ്മുടെ പരിസരമൊക്കെ. അപ്പോൾ അതിൽ നല്ല വെയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് തുണിയൊക്കെ ഇരുന്നൊക്കെ കൊണ്ടുവന്നൊക്കെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്നലെ കഴുകിയ തുണിയാണ് കേട്ടോ. ഇന്നലെ കഴുകിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബാലൻസ് ചോറിരുന്ന് തിളപ്പിച്ചടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അരി മതിയായിരുന്നു. അപ്പോൾ കുറച്ച് അരി ഇട്ടത് ഞാൻ പിന്നെ അത് റൈസ് കുക്കറിലേക്ക് അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് ഞാൻ കക്കയിറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ തക്കാളിയും മുരിങ്ങക്കോലും കൂടെ അരച്ചുകൂട്ട് കറി. അപ്പോൾ അത് കഷ്ണമൊക്കെ വെന്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ച് ഒക്കെ എടുക്കണം. ആദ്യം വറയിലിട്ടത് കൊണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ വറ വയ്ക്കുന്നില്ല. അപ്പോൾ കക്കയിറച്ചി തോരനുള്ളതും ഇങ്ങോട്ടൊന്ന് ചതച്ചെടുക്കണം. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കൾ ഇത് ചെയ്യാനുള്ളതൊക്കെ അനിക്കുട്ടി ഇവിടെ എല്ലാം ചിരണ്ടിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി തന്നിട്ടുണ്ട്. പിന്നെ അരിയാനുള്ളതൊക്കെ അരിഞ്ഞൊക്കെ തന്നിട്ടാണ് അനിക്കുട്ടി കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ജോലികൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇന്നിപ്പോൾ ചെയ്യുന്നില്ല. ഇന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റാമെന്ന് വെച്ചിട്ട് ഞാനതൊന്ന് എടുത്ത് വയ്ക്കുകയാണേ. പിന്നെ അച്ചിങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ജോലികൾ ഓരോന്നായിട്ടൊക്കെ നടക്കണേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. എല്ലാവരും സ്കിപ്പ് അടിച്ച് കളയാതെ കണ്ട് മുഴുവനായിട്ടും ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഒന്ന് തിളച്ച് ഉപ്പും എല്ലാം നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, അരച്ചൂട്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അനിക്കുട്ടി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കക്കയിറച്ചി ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങയും പച്ചമുളകും പെരിഞ്ചീരകം കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളിയില്ലേ, അത് കറിവേപ്പില മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കും. അതിനുശേഷമാണ് നമ്മൾ കക്കയിറച്ചിയിലേക്ക് അത് വറ വെച്ചിട്ട് അതിലേക്ക് അരപ്പിട്ടിട്ടാണ് കക്കയിറച്ചിയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി. ഞാൻ അങ്ങനെ എടുക്കുന്നത്, തോരൻ വയ്ക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഫ്രൈ ആക്കാറുമുണ്ട്, എപ്പോഴും ചെയ്യാറില്ല. കാര്യം വെച്ചാൽ എപ്പോഴും അങ്ങനെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടേ എപ്പോഴും ഫ്രൈ കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഒന്ന് തോരനാക്കി തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. ഫ്രൈ ആക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണയിൽ കിടന്നാണത് റെഡിയാകുന്നത്. അപ്പോൾ മക്കൾക്ക് അങ്ങനെ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോരനുമൊക്കെ ആക്കാറുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു അരച്ചുകൂട്ട് കറിയോ മെഴുക്ക് പുരട്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും ചോറ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ്. വെച്ചാൽ ഇന്നിപ്പം ഡോക്ടറെ അടുത്ത് പോകണം. ചേട്ടായിക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ 2 ആഴ്ച കൂടുമ്പം ഡോക്ടറെ ചെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ എക്സർസൈസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് ചെല്ലേണ്ടതാണ്. നടുവിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ചെല്ലേണ്ടതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും പോകാനിരിക്കണം. അപ്പോൾ ചെറിയൊരു വേദന പോലെ ഉണ്ടെന്ന് പറഞ്ഞു, നടുവിൻ്റെ താഴെവശത്തേക്ക് ചെറിയ വേദനയുണ്ട്. അപ്പോൾ അന്ന് ഡോക്ടറെ അടുത്ത് എന്തായാലും മരുപ്പിന് പോകാനായിട്ട് വന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ സഞ്ചാരം കഴിഞ്ഞിട്ടേ ചേട്ടായി തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഡോക്ടറെ കൂടെ കാണാൻ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ തേക്കാനൊക്കെ കിടപ്പുണ്ടേ. അപ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ളതൊന്നും തേച്ചിട്ടില്ല. എൻ്റെ ചുരിദാറാണെങ്കിലും ചേട്ടായിക്കിടേണ്ട ഷർട്ടും ഡബിളും ഒന്നും ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തേക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം ഡ്രസ്സൊക്കെ ഒന്ന് തേക്കാനായിട്ട്. എങ്ങനെയായാലും ഒരു 3-3:30 ആകുമ്പോൾ ഞങ്ങൾക്ക് പോകണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ധൃതി വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് മഴക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അനുക്കുട്ടിയോട് പറയാണ്, മഴക്കാർ വെക്കുന്നുണ്ട്, നമ്മൾ വിരിച്ചിട്ട തുണികളൊക്കെ ചെന്ന് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ നമ്മുടെ കക്കാർച്ചിക്കുള്ളതൊക്കെ ഞാൻ ഒതുക്കി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മെഴുക്ക് പുരട്ടിയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അനുക്കുട്ടി പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കറികളൊക്കെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി തോരൻ ഒന്ന് കാണിച്ചു തരാം. ദേ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കക്കയിറച്ചി തോരൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ അരച്ചുകൂട്ട് കറിയും റെഡിയായിട്ട്, മുരിങ്ങക്കോലും തക്കാളിയും കൂടിയാണ് ഞാൻ അരച്ചുകൂട്ട് കറി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഒടിപ്പയർ വെച്ചിട്ട് മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ ഉണ്ടാക്കിയ കറികളെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡ്രസ്സൊക്കെ തേക്കാനുണ്ട്, പിന്നെ കഴുകിയ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനി അത് വേണം, ഇനി ഇത് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ച് കാണുമെന്ന് കരുതുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴുകിയിട്ട് തുണികളൊക്കെ എടുത്തിട്ട് മടക്കാൻ വേണ്ടിയിട്ട്, മടക്കിയെല്ലാം വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്ത് എല്ലാം കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മടക്കിയിട്ട് വേണം ഇനിയിപ്പം ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാനുള്ളതും കൂടെ ഒന്ന് തേച്ചെടുക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും വെയിലുണ്ടായിരുന്നത് കൊണ്ട് ഇന്നലെ കഴുകിയ തുണികളൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു, അതും ഉണക്കിയെടുത്ത്. പിന്നെ ഇന്ന് കഴുകിയ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതും ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായത് കാരണം ഇന്നിപ്പം മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. നല്ല മഴക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെയ്തില്ല. പെട്ടെന്ന് അത് കാറ്റടിച്ചൊക്കെ പോയി, പിന്നെ വെയിലൊക്കെ എറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മടക്കിയ തുണികളൊക്കെ എടുത്ത് അലമാരിലേക്ക് വെക്കണേ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് തേച്ചെടുക്കാനുള്ള തുണികളൊക്കെ ഞാനവിടെ കട്ടിലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോളുടെ പഠിക്കുന്ന ടേബിളാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചത്. എനിക്ക് ഇവിടെ ആകുമ്പോൾ നല്ല കറക്റ്റിനുള്ള ഉയരത്തിൽ നല്ല പൊക്കത്തിൽ നമുക്കിവിടെ നിന്ന് തേക്കാൻ നല്ല സൗകര്യമാണ്. അപ്പോൾ മോളവിടെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ടെടി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനിയിപ്പം ഇവിടെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് തേക്കാം. ഇനി അപ്പുറത്താണെങ്കിൽ എനിക്ക് ഇത്രയും ഹൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ സുഖത്തിന് തേക്കാമല്ലെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ സ്ഥാനചലനം വരുന്നതൊന്നും മോൾക്ക് ഇഷ്ടമല്ല. അവിടെ ഫ്ലവർ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പാവക്കുട്ടികളുണ്ട്, പിന്നെ ബുക്സ് ഉണ്ട്, പിന്നെ കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളതാണ്. അതൊക്കെ എടുത്ത് വയ്ക്കും. കുന്നിക്കുരു വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സ്ഥാനചലനം വരുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇത് തേച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് അതുപോലെ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വരുമ്പോൾ അവൾ നോക്കും ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് തേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മോൻ എന്നോട് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്നതൊന്നും താഴെ പോകല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞാനതൊക്കെ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഇട്ട് തേക്കുന്നത്. പിന്നെ ഇത് എല്ലായിടത്തും മാറ്റിയിട്ട് തേക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ മടിക്കും. അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് തേക്കും. പിന്നെ ഇപ്പം ഇവിടെ ഇരുന്ന കാരണം ഞാൻ പിന്നെ ഓർത്തന്നെ ഇവിടെ തന്നെ തേച്ചേക്കാന്ന് ഓർത്തിട്ട് എല്ലാം അവിടെ തന്നെ ഇട്ട് ചേട്ടായിയുടെ ഡബിളും ഷർട്ടും പിന്നെ എൻ്റെ ചുരിദാറ്
പിന്നെ മോൾക്ക് ക്ലാസ്സിന് പോകേണ്ട 3-4 ചുരിദാറിൻ്റെ ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞ് വേഗം റെഡിയാകാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉപ്പൂറ്റി വേദന ഉള്ളത് കൊണ്ട് എക്സ്റേ എടുത്ത് കാണിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3:30 ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നമുക്കത് എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ദേ ചേട്ടായി ഓട്ടോ വിളിച്ച്, ചേട്ടായി റോഡിലേക്ക് പോയിട്ടാ. ഓട്ടോ വന്ന് ചേട്ടായി ഓട്ടോയിലേക്ക് കയറി. അപ്പോൾ ഞാനും കൂടെ പോയിട്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ.